പറയും അത് താനാണോ തീരുമാനിക്കുന്നത്? ശരിയല്ലേ? ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം വരത്തില്ല. അത് പറയാൻ ഇവൻ ആരാ? അത് വരും. ഈ ചോദ്യങ്ങളൊന്നും നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കേണ്ട. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ പൊങ്ങുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടായിക്കോട്ടെ, അത് നമുക്ക് യുക്തമായിട്ട് അഡ്രസ് ചെയ്യാം. 1912 കാതോലിക്കേറ്റ് വാഴ്ചയെ ന്യായീകരിക്കുവാനാണ് ഇപ്പോൾ സേവേറിയോസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ചിങ്ങവനം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ശ്രമിക്കുന്നത്. നല്ല കാര്യമാണ്. ഇന്ത്യൻ ഓർത്തഡോക്സ് അല്ലെങ്കിൽ കഞ്ഞിക്കുഴി വിഭാഗത്തോട് യോജിക്കുന്നത് കൊണ്ട് ആർക്കും, പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു വിയോജിപ്പുമില്ല. അത് നല്ല കാര്യമാണ്. ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് കൂട്ടായിരിക്കുന്നതാണ്. ഒരിക്കലും ഒരു മെത്രാൻ ഒറ്റപ്പെട്ടിരിക്കരുത്. അത് അങ്ങേയറ്റം അപകടകരമാണ്. അതൊരു ഓർത്തഡോക്സ് പാരമ്പര്യമല്ല. ഒരു മെത്രാൻ എപ്പോഴും ഒരു സിനഡിലെ അംഗമായിരിക്കണം. ബിഷപ്പ് മസ്റ്റ് ബിലോങ് ടു എ സിനഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് ക്നാനായ സമുദായത്തിന്റെ ചിങ്ങവനം അരമനയിൽ ഇരിക്കുന്ന അഭിമന്യ സേവേറിയോസ് തിരുമേനി ഏത് സിനഡിലെ അംഗമാണ് എന്ന് പറയണം. ഇതാണ് ഞാൻ ലൈവ് ചോദിച്ചത്. ഏത് സഭയിലെ മെത്രാനാണ്? മെത്രാൻ എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ ഒറ്റയ്ക്ക് മോണോ ആക്ട് നടത്തുന്നതല്ല. മോണോ ആക്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒറ്റയ്ക്കുള്ളത്. അപ്പൊ മോണോ ആക്ട് അല്ല മെത്രാൻ സ്ഥാനം. അഡ്വക്കേറ്റ് സന്ദീപ് എബ്രഹാം വളരെ അറിവുള്ള, കഴിവുള്ള, ശേഷിയുള്ള, ശേമിഷിയുള്ള, പ്രഗത്ഭനായ ഒരു വക്കീലാണ്. ഞാൻ പലതവണ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ ഓരോ പ്രാവശ്യം സംസാരിക്കുമ്പോഴും മതിപ്പ് കൂടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഒരു മതിപ്പിനും കുറവില്ല. താങ്കൾ ഇത് മാത്രം പറയുക, താങ്കളുടെ മെത്രാപ്പോലത്തെ ഏത് സിനഡിലാണ് കൂടുന്നത്? അതോ സിനഡിലൊന്നും പോകാറില്ലേ? തന്നെ ഇരിക്കുകയാണോ? അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം വിട്ട പക്ഷി സ്വേച്ഛ അന്വേഷിക്കുന്നെന്നാണ് ശലോമോൻ പറഞ്ഞിരിക്കുന്നത്, തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പൊ കൂട്ടം വിട്ടുപോയ പക്ഷിയെ പോലെ സ്വേച്ഛ അന്വേഷിക്കുന്ന അനുഭവം അത് വലിയ അപകടകരമായ അനുഭവമാണ്. തിരുവെഴുത്ത് അപലപിക്കുന്ന ഒരു ദയനീയ സ്ഥിതിയാണ് എന്ന് ഞാൻ ഇതിനോട് കൂട്ടിച്ചേർക്കുകയാണ്. കാരണം നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഇരുന്ന് ഇത്തരത്തിലുള്ള, ഞാൻ ഒരു നിർദോഷമായ ഒരു പരാമർശം മാത്രമേ നടത്തിയുള്ളൂ. അതുകൊണ്ട് ഇത് വിശദമായിട്ട് ഇതേപ്പറ്റി പറയാൻ നിർബന്ധിതനായതുകൊണ്ടാണ്. ഈ സ്പിരിച്വൽ അതോറിറ്റി പറ്റി പറയുമ്പോൾ ബൈബിളിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തു വരുന്നത് ഒരു ശതാധിപന്റെ കഥയാണ്. അദ്ദേഹം യേശു കർത്താവിനോട് പറയാണ്, കർത്താവെ, ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട ഒരു മനുഷ്യൻ. അപ്പം അധികാരം, സ്പിരിച്വൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ സബ്മിഷനിൽ നിന്നാണ് തുടങ്ങുന്നത്. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട ഒരു മനുഷ്യൻ, അതുകൊണ്ട് എന്റെ കീഴിലുള്ളവനോട് നീ പോക എന്ന് പറഞ്ഞാൽ അവൻ പോകും, വരിക എന്ന് പറഞ്ഞാൽ അവൻ വരും. എന്തുകൊണ്ടെന്നാൽ ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇവിടെ സേവേറിയോസ് തിരുമേനി ഏതെങ്കിലും അധികാരത്തിന് കീഴ്പ്പെട്ട് ഏതെങ്കിലും സിനഡിൽ ഉൾപ്പെട്ടെങ്കിൽ മാത്രമേ തന്റെ കീഴിലുള്ള ആളുകളോട് പോക എന്ന് പറഞ്ഞാൽ പോകാനും വരിക എന്ന് പറഞ്ഞാൽ വരുവാനും നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ. ഇവിടെ സേവേറിയോസ് തിരുമേനി ആഗ്രഹിക്കുന്ന എന്താണ്? താൻ കൽപ്പിക്കുമ്പോൾ ആ കൽപ്പന അങ്ങനെ നടക്കണം. താൻ അടയ്ക്കാൻ പറഞ്ഞാൽ അടയ്ക്കണം, തുറക്കാൻ പറഞ്ഞാൽ തുറക്കണം. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യണം. ഇതാണ് കർത്താവിന്റെ അധികാരത്തിന്റെ ഒരു പ്രത്യേകത. അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. ദാറ്റ്സ് ദ സ്പിരിച്വൽ അതോറിറ്റി. അതുകൊണ്ടാണ് പറഞ്ഞത്, ശീമോനെ, ആ അധികാരം ഞാൻ നിനക്ക് തരുന്നു. നീ കെട്ടിയാൽ അത് കെട്ടപ്പെട്ടിരിക്കും, നീ അഴിച്ചാൽ അത് അഴിയപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് ദൈവരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൈവശമുള്ള ശീമോൻ പത്രോസിന്റെ പിൻഗാമിയാണ് അന്ത്യോക്യായുടെ പാത്രിയർക്കീസ് ഇഗ്നാത്തിയോസ് എന്ന് ഓരോ സുറിയാനിക്കാരനും സർവാത്മന വിശ്വസിക്കുന്നു. ഇന്ന് ദുർഭാഗ്യവശാൽ ക്നാനായക്കാർക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇതാണ് സംഭവം. ആ വിശ്വാസത്തിൽ ശോഷണം സംഭവിച്ചിരിക്കുന്നു. അതിന്റെ കാരണം ഈ ഉത്തരാധുനിക കാലമല്ല, ഇത് സത്യാനന്തര കാലഘട്ടമാണ്. അപ്പൊ ഈ സത്യാനന്തര കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിക്കും. അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത മക്കള് ഉണ്ടാകും. അന്ത്യകാലത്ത് അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത മക്കളുണ്ടാകും എന്നാണ് പൗലോസ് ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഇതൊരു വല്ലാത്ത കാലഘട്ടമാണ്. ഈ സത്യാനന്തര കാലഘട്ടത്തിൽ അനുസരണം, വിധേയത്വം, താഴ്മ, എളിമ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആക്ട് ചെയ്യുന്ന എളിമയല്ല ഞാൻ പറഞ്ഞേ. ആക്ച്വലി ഈ എളിമ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ശബ്ദം വൈബ്രേറ്റ് ചെയ്യിക്കുന്നതോ പതുങ്ങിയ ശബ്ദത്തിൽ സംസാരിക്കുന്നതോ. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നുണ്ട്, എനിക്ക് ഒരു എളിമയില്ല എന്ന് പറയും. കാരണം നമ്മുടെ ശബ്ദത്തിന്റെ ടോൺ അല്ല എളിമയുടെ ലക്ഷണം. അപ്പൊ വളരെയധികം വൈബ്രേറ്റ് ചെയ്ത് നമ്മൾ കേൾക്കുമ്പോൾ ആൾക്ക് തോന്നുന്നു എന്തൊരു എളിമയാണ്. അതല്ല, എളിമ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള എളിമ ഒബീഡിയൻസിലാണ്, അനുസരണത്തിലാണ് വരേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു നമ്മൾ എക്സർസൈസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഏത് അധികാരത്തിന് കീഴ്പ്പെട്ടതാണ്? വെർ ഡു യു ബിലോങ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ദാറ്റ്സ് എ ഓൺലി ക്വസ്റ്റ്യൻ ഐ റേസ്ഡ്. ഒറ്റ ചോദ്യമേ ഉയർത്തുള്ളൂ, എവിടെയാണ്? ഇതാണ് അവരെ പ്രകോപിപ്പിച്ചത്. അതുകൊണ്ട് അതിന്റെ ഒരു പശ്ചാത്തലം കുറച്ചുകൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വേറെ ചില ചോദിക്കുന്നുണ്ട്, ശിവപീഡിയക്കൽ ആരാണത്? അതൊരു ബാലിശമായ ചോദ്യമാണ്. അപ്പൊ ജ്ഞാനത്തിന്റെ യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് ചോദിക്കുക. ഞാൻ ആരാണ്? അതാണ് ഏറ്റവും. ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ചോദിക്കുക. മറ്റൊരാൾ ആരാണെന്ന് തിരക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഞാൻ ആരാണെന്നുള്ള ചോദ്യമാണ് നമ്മുടെ അന്തരംഗത്തെ ഉണർത്തുന്നതും ആത്മജ്ഞാനത്തിലെ ജ്വലിപ്പിക്കുന്നതും നമ്മൾ ആ വിശ്വവീക്ഷണത്തെ മാറ്റുവാനും നമ്മൾ ശരിയായ പ്രകാശനത്തിലേക്ക് എത്തുവാനും ആത്മസാക്ഷാത്കാരത്തെ പ്രാപിക്കുവാനും ഭഗവത്പാദം പൂകാനും ഒക്കെ സഹായിക്കുന്നത്. അതുകൊണ്ട് അല്പം ഭാരതീയ ചിന്ത ആയാലും കുഴപ്പമില്ല. ആസ്ക് യുവർ സെൽഫ്. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുക. ഞാൻ ആരാണെന്ന് ചോദിക്കുന്നതിലോ ഞാനത് വിശദീകരിക്കുന്നതിലോ ഇവിടെ ഒരു സാങ്കത്യവുമില്ല, അതിന് പ്രസക്തിയുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ ക്നാനായ സമുദായത്തിന്റെ എറപ്ഷൻസ് കണ്ടിന്യൂ ചെയ്യാണ്. നമുക്ക് ബാക്കി കേൾക്കാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, അഡ്വക്കേറ്റ് സന്ദീപ്
ഏബ്രഹാം അവതരിപ്പിക്കുന്നത് കഞ്ഞിക്കുഴി സംഘത്തിന്റെ വാദങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇൻഡോക്ട്രിനേറ്റഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. ക്നാനായ വിഭാഗം, സെവേറിയോസ് മെത്രാച്ചന്റെ കീഴിലുള്ള വിഭാഗം തറലി ആൻഡ് ഡീപ്ലി ഇൻഡോക്ട്രിനേറ്റഡ്. കഞ്ഞിക്കുഴി വിഭാഗത്താൽ അവരെന്ത് ചെയ്തിരിക്കുന്നു? ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കാരണം കഞ്ഞിക്കുഴി വിഭാഗത്തിന്റെ വാദമാണ്. അങ്ങനെ 1912 കാതോലിക്കേറ്റ് വാഴ്ച സാധുതയുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആ ഒപ്പം നിൽക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഈ ഇരട്ടത്താപ്പുകളും മുഖം മൂടികളും വഞ്ചനാപരമായ സമീപനങ്ങളും അവസാനിപ്പിച്ചിട്ട് തുറന്നു പറയണം ഞങ്ങൾ അതാണ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ കൂറങ്ങും ചോറിങ്ങും എന്ന് പറയുന്ന രീതിയിൽ നിൽക്കാതെ. കാരണം അന്ത്യോക്യ സിംഹാസനത്തിൽ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങളും ആ ഒപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നായ്ക്കളോടുകൂടെ വേട്ടയാടുകയും മാനുകളോടുകൂടെ ഓടുകയും ചെയ്യുന്ന പരിപാടി ഒരേ സമയം നടത്തരുത്. ഞാൻ വീണ്ടും പറയാം, ചെന്നായ്ക്കളോടുകൂടെ വേട്ടയാടുകയും മാനുകളോടുകൂടെ ഓടുകയും ചെയ്യരുത്. എവിടെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണം. അതുകൊണ്ട് 1912 കാതോലിക്കേറ്റ് വാഴ്ച അസാധുവാണെന്നും അത് ഒരു അവിവേകമായിരുന്നെന്നും അത് സഭാ വിശ്വാസപരമായിട്ടും തെറ്റായിരുന്നു എന്നുമാണ് യാക്കോബായ പക്ഷം വിശ്വസിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് ചുവട് മാറ്റിയത് സ്വാഗതാർഹമാണ്, നിലപാട് മാറ്റിയത് പ്രശംസനീയമാണ്. പക്ഷെ നിങ്ങൾ മാറ്റിയ നിലപാടിനും നിങ്ങളുടെ മാറ്റിയ അഭിപ്രായത്തിനും അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? അഫിലിയേഷൻ മാറ്റണം എന്നുള്ളതാണ് എന്റെ ഒരു എളിയ അഭ്യർത്ഥന. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കാതോലിക് കുന്നംകുളം പക്ഷവുമായിട്ട്, കുന്നംകുളം അല്ല കഞ്ഞിക്കുഴി പക്ഷവുമായിട്ട് ചേരുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ പറയും അത് താനാണോ തീരുമാനിക്കുന്നത്? ശരിയല്ലേ? ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം വരത്തില്ല. അത് പറയാൻ ഇവൻ ആരാ? അത് വരും. ഈ ചോദ്യങ്ങളൊന്നും നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കേണ്ട. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ പൊങ്ങുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടായിക്കോട്ടെ, അത് നമുക്ക് യുക്തമായിട്ട് അഡ്രസ് ചെയ്യാം.